എൻ്റെ പേര് അരണ്യ എന്നാണ്. എൻ്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിയാണ്. ഞാൻ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ടീച്ചറായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പ്രൊഫഷൻ വിട്ടിട്ടാണ് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് എത്തിയത്. KTG ലൈഫ് സ്റ്റൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ ഈ കമ്പനി, അതായത് ഡയമണ്ട് ലൈഫ്സ് എന്ന് നമ്മൾ ഓമന പേരോടുകൂടി വിളിക്കുന്ന നമ്മുടെ ഈ കമ്പനിയിൽ ഞാൻ ID വെച്ചിട്ട് ഏകദേശം 6 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. പക്ഷെ ഒരു ടീച്ചർ എന്നുള്ള ഒരു തലക്കനം, അത് അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലകളൊക്കെ കബളിപ്പിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ള ഒരു അബദ്ധ ചിന്ത അതുമൂലം ഞാൻ ID വെച്ചതിന് ശേഷവും ഒരുപാട് നാളുകൾ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി പഠിക്കാൻ തയ്യാറാവാതിരിക്കുകയും ഈ ഒരു കൺസെപ്റ്റിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഈ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ 3 വർഷത്തിലധികം സമയം ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പുറകോട്ടേക്കൊന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ആ ഒരു 3 വർഷങ്ങൾ അല്ലെ ആ ഒരു 3.5 വർഷങ്ങൾ കൂടി ഞാൻ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ എന്നും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇനി കഴിഞ്ഞു പോയ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് തിരികെ കിട്ടുന്നതല്ല. അപ്പൊ ഇന്ന് നമ്മൾ ഈ പ്ലാൻ കേൾക്കുമ്പോൾ ഇന്ന് എടുക്കാനുള്ള തീരുമാനങ്ങൾ ഇന്ന് തന്നെ എടുക്കുക, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. നാളുകളിൽ ഒരു തിരിഞ്ഞുനോട്ടം, എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇത് ചെയ്തില്ല, നമുക്കിത് നേരത്തെ ചെയ്യാമായിരുന്നു, നല്ലതായിരുന്നു എന്നുള്ള ഒരു തിരിഞ്ഞോട്ടം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഞാനൊരു സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എനിക്ക് മാസ ശമ്പളമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് 6000 രൂപയായിരുന്നു. ഞാനൊരു പാർട്ട് ടൈം ആയിട്ടാണ് ഡയമണ്ട് ലൈഫിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് ഈ 3 വർഷത്തോളമായിട്ട് എനിക്ക് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് എന്റെ മുഴുവനായിട്ടുള്ള ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 40,000 രൂപയ്ക്ക് മുകളിൽ ഒരു മാസം എനിക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് പാർട്ട് ടൈം ആയിട്ട് പ്രവർത്തിച്ചിട്ടും നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് കൂടുതൽ സമയത്തും വീട്ടിലിരുന്നുകൊണ്ടൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇന്ന് കേൾക്കുന്ന ഈ ഒരു ബിസിനസ് അവസരം, അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചോദിക്കുക, നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ പ്രവർത്തിക്കാൻ, ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇതിനകത്തുനിന്ന് വലിയ വിജയങ്ങൾ കൊയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറും അതോടൊപ്പം തന്നെ 6 റോയൽറ്റി അച്ചീവറുമായിട്ടുള്ള അലിസാറാണ്. അലിസാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ നിന്ന് MBA പാസ്സായിട്ടാണ് അലിസാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റവും നല്ലൊരു കമ്പനി പ്രവർത്തിക്കണം എന്ന തീരുമാനത്തോടുകൂടി ഡയമണ്ട് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനി ഏറ്റെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ആദ്യത്തെ മാസത്തെ വരുമാനം, അലിസാറിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു MBA കാരൻ ഒരു 80,000 രൂപ ജോബ് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട, എനിക്കൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവിടെ എത്തി ആദ്യത്തെ മാസം ഇത്രയും തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിൽ ജോലി ചെയ്തപ്പോൾ എന്ത് ആത്മവിശ്വാസമായിരിക്കും അലിസാറിൽ ഉണ്ടായിരുന്നതെന്ന് വളരെയധികം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അലിസാറിന്റെ ഇതുവരെയുള്ള വരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് അലിസാർ ഡയമണ്ട് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഏറ്റെടുത്തതെന്നുള്ളത്. അലിസാറിന്റെ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മളോട് പറയും. അലിസാറിന്റെ മൊത്തത്തിലുള്ള ഇതുവരെയുള്ള കാലഘട്ടത്തിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ലൈഫിൽ നിന്ന് മാത്രം ഏകദേശം 6.5 വർഷക്കാലത്തോളമായിട്ട് അലിസാറിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് മുകളിലാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. പണമായിട്ട് മാത്രം 65 ലക്ഷത്തിലധികം രൂപ അലിസാർ നേടിയിട്ടുണ്ട്. 35 പവന്റെ ഗോൾഡ് കോയിൻ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു 6 റോയൽറ്റി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പോൾ പുതിയ ആൾക്കാരോട് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 7ാമത്തെ റാങ്ക് തൊട്ട് റോയൽറ്റി അച്ചീവർ എന്ന് പറഞ്ഞ ഒരു പദവി നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. ഞാൻ നിലവിൽ ഇപ്പോൾ 7ാമത്തെ റാങ്കിലാണ്. അതായത് റോയൽറ്റി അച്ചീവർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കമ്പനിയുടെ മുഴുവൻ ബിസിനസിന്റെ 0.5 ഒരു വിഹിതം ഈ 7ാമത്തെ റാങ്ക് തൊട്ടുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അതിൽ തന്നെ 6 റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ് അലിസാർ. അതായത് റോയൽറ്റി ബോണസ് 1, 2, 3, 4, 5, 6. കമ്പനിയുടെ മുഴുവൻ ബിസിനസിന്റെ 6 വരുമാനം, 6 തരത്തിലുള്ള 6 ലെവൽ വരുമാനം കൂടി അലിസാർ നേടാനായിട്ട് പ്രാപ്തനായ ആളാണ്. കമ്പനിയിൽ ഒരേ ഒരു റെഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാത്രമേ ഉള്ളൂ, അത് അലിസാറാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുന്നതോടൊപ്പം തന്നെ പറയാനുള്ളത്, അലിസാർ 5.5 വർഷക്കാലമായിട്ട് അലിസാർ, അതുപോലെ സഫാൻ സാറ്, അതുപോലെ തന്നെ 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു മലപ്പുറത്തുള്ള ഒരു ലേഡി സലീന മേഡം, ഇവർ 3 പേരും കമ്പനിയുടെ ഇതേ ഒരു ബോണസ്, അതായത് കമ്പനിയുടെ മുഴുവൻ ബിസിനസിന്റെ 0.5 5.5 വർഷക്കാലമായിട്ട് വീതിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെയാണ്. അതായത് കമ്പനിക്ക് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ റോയൽറ്റി ബോണസ് എന്ന് പറയുന്ന ഒരു വിഹിതം പുതിയൊരു പദ്ധതി അവതരിപ്പിച്ചതല്ല.
കമ്പനി 5.5 വർഷക്കാലമായിട്ട് കമ്പനിയുടെ 3 മെന്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഹിതത്തിനെയാണ് ഈ പറഞ്ഞ 7ാമത്തെ റാങ്ക് തൊട്ട് എത്തുന്നവർക്ക് ഒരു പെൻഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം പോലെ എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്പനി എത്തപ്പെട്ടത് എന്നുള്ളതും ഈ സമയത്ത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ച അല്ലെ ഞങ്ങളൊക്കെ ആവേശം കൊണ്ട ഒരു പ്രോഗ്രാം ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീട്ടിലാണ് ഇരിക്കുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും മലേഷ്യയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഞങ്ങള് കമ്പനിയിൽ നിന്ന് 126 പേര് മലേഷ്യൻ ട്രിപ്പ് പോയിരിക്കുമായിരുന്നു. അതായത് 19-ാം തീയതി പോയി, ഞങ്ങൾ 23-ാം തീയതി 24-ാം തീയതിയാണ് ഇവിടെ മടങ്ങി എത്തിയത്. അത് വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. ഞങ്ങൾക്കാകെ മലേഷ്യ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ അലിസാർ MBA ചെയ്ത മലേഷ്യ എന്നുള്ള ഒരു വിവരണം മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് മലേഷ്യ എന്താണ് എന്ന് ചോദിച്ചാല് മലേഷ്യയുടെ ഞങ്ങൾ കണ്ടതായിട്ടുള്ള മുക്കും മുറിയും മൂലയും പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മലേഷ്യ എന്ത് മനോഹരമായിരിക്കുന്നു എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ 126 മലേഷ്യൻ ട്രിപ്പ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അലിസാറിന്റെ കൈകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് എന്റെ ടീമിൽ നിന്ന് മാത്രം 10 പേര്, അതൊരു ഫാമിലി ആയിരുന്നു. 4 പേര് ഒരു ഫാമിലി ആയിരുന്നു. ചന്ദ്രിക മേഡത്തിന്റെ ഫാമിലിയും തന്നെ 4 പേര്, അതല്ലാതെ 6 പേരും ചേർന്ന് 10 പേരുടെ ഒരു ടീമിനെ എന്റെ ടീമിൽ നിന്ന് എനിക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കമ്പനിയിൽ 33 റോയൽറ്റി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 33 റോയൽറ്റി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ പിന്നിലും അലിസാറിന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഈ പറയുന്ന എല്ലാ റാങ്കുകളും അതുപോലെ തന്നെ കമ്പനിയുടെ റോയൽറ്റി ബോണസ് അച്ചീവറായി മാറാനും സാധിക്കട്ടെ എന്ന് തുടക്ക സമയത്ത് തന്നെ ആശംസിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ ഫോണിൽ മറ്റു കോളുകൾ വരുമെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക. നിങ്ങൾ TV-യുടെ മുന്നിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരല്പം മാറിയിരിക്കുക. കാരണം TV-യിൽ ഒരു കൂച്ചയോ കറച്ചയോ കേട്ടാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുഞ്ഞു മക്കളുടെയൊക്കെ അടുത്താണ് ഇരിക്കുന്നെങ്കിൽ ഒരു അല്പം എങ്ങോട്ടേലും ഒന്ന് നീങ്ങിയിരുന്നിട്ട് നമ്മുടെ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അലിസാറിന്റെ വളരെ വിലപ്പെട്ട ഒരു മണിക്കൂറാണ് ഇന്നിവിടെ ഈ സൂം മീറ്റിംഗിൽ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ഈ സൂം മീറ്റിംഗിലായിരിക്കുക. ബുക്കും പേനയൊക്കെ കരുതി വളരെ ആക്റ്റീവായിട്ട് ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഇരിക്കുക. ഈ ഒരു പ്ലാൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഹൃദയപൂർവ്വം അലിസാറിനെ സ്വാഗതം ചെയ്യുന്നു. അലിസാർ പ്ലീസ്. താങ്ക് യു അരണ്യ മാഡം. എന്റെ വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒരു C ടൈപ്പ് ചെയ്യാം. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. 100ഓളം പേര് ഇന്നത്തെ സൂം മീറ്റിംഗിലുണ്ട്. നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഇന്ന് അതിനേക്കാൾ വലിയൊരു സന്തോഷമാണ് ഡാമർ ലൈവ്സിനെ പറ്റിയിട്ട് 10 ലക്ഷം ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എന്ത് ചെയ്തു, ഡാമർ ലൈവ്സിനെ പറ്റി അന്വേഷിച്ചു തുടങ്ങി. 10 ലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഡാമർ ലൈവ്സ്, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതിനുള്ള ഏക പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ എന്ത് ചെയ്യാം, നെഞ്ചോട് ചേർത്ത് പിടിക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നന്നായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തവര്. അപ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടമെങ്കിലും കമ്പനിയിൽ നിന്ന് അക്കൗണ്ടിൽ ക്യാഷ് വന്നവരൊന്ന് D എന്ന് ടൈപ്പ് ചെയ്യാവോ? ഡാമർ ലൈഫ്സിന്റെ D എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് കിട്ടിയെന്ന് ടൈപ്പ് ചെയ്യാം ഒരു വട്ടമെങ്കിലും. ഓക്കെ, ക്ലിയർ? പുതിയ മെമ്പേഴ്സ് ഒന്ന് കണ്ടോട്ടെ എത്ര പേരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ? ഓക്കെ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എനിക്ക് നല്ല രൂപത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട്. അപ്പൊ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു റിക്വസ്റ്റിന്റെ പ്രകാരമാണ് ഇന്നത്തെ സൂം മീറ്റിംഗ്. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാമിൽ വന്നവർക്കൊക്കെ അവരുടെ നാട്ടിലുള്ള ആളുകളെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവരുമായിട്ട് നന്നായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കുക. ഓക്കെ, എനിക്കറിയാം ഈ ബിസിനസ്സിൽ 2 തരം ആളുകളാണ് ഉണ്ടാകുക ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നത്. ഒന്ന് ജോലിക്കാര്, 2 ബിസിനസ്സുകാര്, മൂന്നാമതൊരു കൂട്ടമുണ്ട് വീട്ടമ്മമാര്, അല്ലെ? അപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റുഡൻസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജോലിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് വരുമാനമേ ഉണ്ടാവുള്ളൂ. അതായത്
വയറ് നിറയും, ക്യാഷ് എന്ത് ചെയ്യില്ല, പോക്കറ്റ് നിറയത്തില്ല. ഇതാണ് ജോലിയുടെ പ്രത്യേകത. ഓക്കെ, അതായത് 30 ദിവസം പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുമാനം 3 ദിവസം കൊണ്ട് തീരും. ക്ലിയർ. ഇനി ബിസിനസിന്റെ ഒരു എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബിസിനസ് എല്ലാം ഓൺലൈൻ ബിസിനസ് കയറി വന്നപ്പോൾ വലുതായിട്ട് കടകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കസ്റ്റമറൊക്കെ വേറൊരു ലെവലിലേക്ക് ചേക്കേറി. ഓക്കെ, അപ്പൊ 5 വർഷമായിട്ട് നിങ്ങൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്നു. ഓക്കെ, ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ E=N² ആണ്. എക്കണോമിക് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് ആണ്. 5 വർഷമായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്, അതിന്റെ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ അതുപോലൊരു ബിസിനസ് മറ്റൊരു സ്ഥലത്ത് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 സ്റ്റാഫുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിനെ ഒരു 5 ആക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, സ്റ്റാഫിന്റെ എണ്ണം കൂട്ടാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, അടുത്ത 7 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ മുതൽ മുടക്കുമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. ഒരു ദിവസം 40,000 രൂപ, പ്രതിമാസം 12 ലക്ഷം രൂപയും നിങ്ങൾ ഈ ബിസിനസ്സിൽ നിന്ന് 18 റാങ്കുകൾ കമ്പനി തരുന്നുണ്ട്. അതിൽ 6ാമത്തെ റാങ്ക് മുതൽ 18ാമത്തെ റാങ്ക് വരെ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ പണിയെടുത്താലും ഇല്ലെങ്കിലും സർക്കാർ ജോലിക്കാർക്ക് പെൻഷൻ കിട്ടുന്നത് പോലെ എല്ലാ മാസവും റോയൽറ്റി ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും ബിസിനസ് നടന്നാലും ഇല്ലെങ്കിൽ, നിങ്ങളുടെ ടീമിൽ ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും, കമ്പനിയിൽ ബിസിനസ് നടന്നാൽ മതി, ടോട്ടൽ ടേൺ ഓവറിന്റെ വിഹിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അവസരത്തിന്റെ വലിപ്പം മനസ്സിലാക്കണം. 1,12,00,000 രൂപ മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ന്യൂ കമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് N ടൈപ്പ് ചെയ്യാവോ? ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഏതെങ്കിലും ന്യൂ കമേഴ്സ് ഉണ്ടെങ്കിൽ N ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ കമ്പനിയിലൂടെ ഗോൾഡ് കോയിൻ കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു G ടൈപ്പ് ചെയ്യാം. കമ്പനിയിലൂടെ ഗോൾഡ് കോയിൻ കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ G ടൈപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരുപാട് പേർക്ക് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്, ക്യാഷ് കിട്ടിയിട്ടുണ്ട്, പുതിയ മുഖങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആസ് എ ലീഡർ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞങ്ങളെ കൂടെ ഒരു വർഷം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന വ്യക്തികളാക്കി നിങ്ങളെ എന്ത് ചെയ്തുതരാം, മാറ്റിത്തരാം. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ ബിസിനസ് ഒന്ന് എന്ത് ചെയ്തുതരാം, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം, PPT ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യാം, എടുത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് പോവാം. അപ്പൊ എന്റെ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത് 2 കായാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, കളവ് പറയരുത്, 2 കടം കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഈ 2 കാ ആരാണോ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നത് അവൻ ലൈഫിൽ രക്ഷപ്പെടും, പ്ലസ് എവിടുന്ന് രക്ഷപ്പെടും, ദൈവത്തിന്റെ അടുത്തും വാല്യൂ ഉള്ള വ്യക്തിയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ 2 കാ മുറുകെ പിടിക്കുന്ന എന്തായി മാറുക, നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമായിട്ട് മാറുക, നമ്മളോട് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കലും നന്നായിട്ട് ആളുകളെ സഹായിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ, മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വലിയ വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. പക്ഷെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അവരുടെ എന്ത് മാറുന്നില്ല, ദാരിദ്ര്യം മാറുന്നില്ല. അങ്ങനെ അവരൊരു തപസ് ചെയ്യാൻ തീരുമാനിച്ചു. തപസ് ചെയ്തു. അങ്ങനെ ഭാഗ്യദേവത മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭാഗ്യദേവത പറഞ്ഞു, എന്ത്, നിങ്ങൾ ഒരാൾ പറയുന്നതിന് അതിന്റെ ഇരട്ടി ഞാൻ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക്, നിങ്ങളുടെ മറ്റൊരു സഹോദരന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഒരു സഹോദരന് ഒരു വീട് എന്ന് പറഞ്ഞപ്പോൾ മറ്റേ സഹോദരന് 2 വീട് ലഭിക്കും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ സഹോദരൻ കേട്ട ഉടനെ എനിക്കൊരു നല്ലൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു വീട് വെച്ചു കൊടുത്തു. കൂടെയുള്ള സഹോദരൻ 2 വീട് കൊടുത്തു. നല്ലൊരു കാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള സഹോദരന് 2 കാറ് കൊടുത്തു. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് കിട്ടിയതിന്റെ ഡബിൾ ആണ് ആർക്ക് കിട്ടുന്നത്, എന്റെ സഹോദരന് കിട്ടുന്നത്. അപ്പൊ ഇത് ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്ത്, ഭാഗ്യദേവതയോട് എന്റെ ഒരു കണ്ണങ്ങോട്ട് കുത്തി പൊട്ടിച്ചേക്ക്. അപ്പോൾ സഹോദരൻ എന്ത് പോവും, 2 കണ്ണും നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കൂടെയുള്ളവരും വളർത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതേസമയം ഇതിലുള്ള പ്രശ്നങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ബിസിനസ്സിൽ വളരാൻ
പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും. അപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ആദ്യമായിട്ട് ഇവരൊക്കെ പറഞ്ഞു ഞാൻ മലേഷ്യയിലാണ് MBA കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ ഇന്ന് വരെ എവിടെയും കാണിച്ചിട്ടില്ല. ഇതാണ് മലേഷ്യയിൽ നിന്ന് MBA കംപ്ലീറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ. മുഹമ്മദ് അലി ചോമ്പാളൻ എന്നാണ് എന്റെ വീട്ടുപേരടക്കം. കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, MBA കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. ലണ്ടൻ ബേസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ. അപ്പോൾ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് ഞാൻ എന്ത് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തത്. ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഓഫറും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ക്ലിയർ. അപ്പൊ നമുക്ക് നമ്മുടെ ഏതിലേക്ക് പോവാം, കമ്പനിയുടെ പ്ലാനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന, ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ, അതുപോലെ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മേഖലയാണ് ഡാമർലൈസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് കെരിജി ലൈഫ് സ്റ്റൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഓക്കെ. ക്ലിയർ. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാണ്, ഈ ഒരു അൺലിമിറ്റഡ് ഇൻകം ഫ്ലോയിലേക്ക് സാർഷം സാഹചര്യം ചെയ്യാണ്. 2017 നവംബർ 22 നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്ട്സിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്ന് 2025 ഡിസംബർ ആവുമ്പോഴേക്ക് 60 പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയായിട്ട് ഡാമർലൈസിന് മാറാൻ സാധിച്ചു. ഇതാണ് കമ്പനിയുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ കമ്പനി ഇന്ന് കേരള, കർണാടക, തമിഴ്നാട് 3 സ്റ്റേറ്റിൽ വ്യാപിച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് എന്ത് ചെയ്തു മാറി. ഒരു പ്രൊഡക്ട്സിൽ നിന്ന് ഒരു ദിവസം 2500, മാസം 75,000 പറഞ്ഞിരുന്ന കമ്പനി ഇന്ന് ഒരു ദിവസം 40,000 രൂപ, പ്രതിമാസം 12 ലക്ഷം രൂപയും സർക്കാർ ജോലിക്കാർക്ക് കൊടുക്കുന്നത് പെൻഷൻ പോലെ റോയൽറ്റി ഇൻകം ആയിട്ട് 1 കോടി രൂപ വരെ കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മാറി. 1000-ലേറെ പവൻ ഗോൾഡ് കോയിൻ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്തു സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് വീട് വെച്ചിട്ടുണ്ട്, ഒരുപാട് പേർ കാർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പരസ്യമില്ലാതെ, ഇടനിലക്കാരില്ലാതെ നേരിട്ട് കമ്പനി പ്രൊഡക്ട്സ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുണ്ട്. ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ഇവർക്കൊരു സ്ഥിര വരുമാനം, പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന കമ്മീഷൻ കമ്പനി കൊടുത്തു പോരുന്നത്. അപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അതിന് ലീഗലി ഉള്ള വശങ്ങളൊക്കെ വേണം അല്ലെ. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്തുണ്ട്, 10ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇന്ന് കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരും പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഇത് ഡാമർലൈഫ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇദ്ദേഹമാണ് നമ്മുടെ വരുമാനത്തിന്റെ, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ MD ജസീം സാർ എന്ന് പറയുന്നത്. അപ്പോൾ 5 ദിവസം മലേഷ്യയിൽ ഇദ്ദേഹത്തിന്റെ വൈഫും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ കൂടെ MD എല്ലാ മീറ്റിങ്ങിലും കാര്യങ്ങളിലും ഉണ്ട്. ഓക്കെ. അപ്പൊ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നാളത്തെ ഒരു യൂസുഫ് അലിയുടെ ഭാഗത്തൊക്കെ പോയി നിൽക്കുന്ന, അതിനേക്കാൾ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു MDയും കൂടിയാണ് നമ്മുടെ MD ജസീം സാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രീമാണ് ഇത്. കമ്പനിയുടെ കോർ പർപ്പസ് ആണ് ഈ പറയുന്നത്, എനേബിൾ പീപ്പിൾ ടു അച്ചീവ് ദെയർ ഡ്രീംസ്. നിങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ അതെല്ലാം സാക്ഷാത്കരിച്ചു തരുന്ന ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 2030 ആവുമ്പോഴേക്ക് ഇന്ത്യ മൊത്തം, ഇപ്പൊ EMIയുടെ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ അല്ലെ. ഓക്കെ. അതിൽ നിന്ന് വില നോക്കാതെ ഇഷ്ടമുള്ള സാധനം ഡാമർലൈസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വരുമാനം തരും. ഒരു ബിസിനസ് ആണെങ്കിൽ അതിന് പ്രൊഡക്റ്റ് വേണം, കമ്പനി വേണം, അതുപോലെ തന്നെ ഒരു ഇൻകം പ്ലാൻ വേണം. അപ്പൊ കമ്പനിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്റെ തുടക്കത്തിൽ മലേഷ്യയിൽ നിന്ന് MBA കംപ്ലീറ്റ് ചെയ്ത് എന്റെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് പൊട്ടത്തരമല്ലേ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡിന് മോശമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ ചിന്തിച്ചത് എന്താ അറിയാം, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം തരുന്ന ഒന്ന് മാത്രമാണ്. ക്ലിയർ. അപ്പോൾ ഈ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത എന്താ, ഇപ്പൊ ഞാൻ ഈ പ്രൊഡക്ട്സിന്റെ കാറ്റഗറി, ഒരു വീടാണെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ ഉള്ളവരൊക്കെ കുളിക്കാൻ സോപ്പ് വേണം. ഓക്കെ. അപ്പോൾ കുളിക്കുക എന്ന് പറയുന്ന പരിപാടി ലോക അവസാനം വരെ അവസാനിക്കുന്ന ഒന്നല്ല. അത് അന്നേ തീരുള്ളൂ ആ പരിപാടി അല്ലെ. ജനിച്ചാൽ ആദ്യം ചെയ്യുന്നതും കുളി, മരിച്ചാൽ അവസാനം ചെയ്യുന്നതും കുളി. അപ്പോൾ എന്നും ആളുകൾ സാധനം വാങ്ങിക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ ബിസിനസ് കൂടുക, നമുക്ക് വരുമാനം കിട്ടുക. അപ്പൊ ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റ് ആണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് എന്നും കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഒരു വീടാണെങ്കിൽ എന്ത് ചെയ്യും, അവർ വാഷിംഗ് പൗഡറോ വാഷിംഗ് ലിക്വിഡോ ഉപയോഗിക്കും, അത് നമുക്കുണ്ട്. ഒരു വീടാണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാവും അല്ലെ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ടോയ്ലറ്റ് ക്ലീനർ വരുന്നുണ്ട്. ഒരു വീടാണെങ്കിൽ ഫ്ലോർ ക്ലീനർ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ പുതിയതായി വെച്ച വീടിന് 6 ബാത്റൂം ഉണ്ട്. 1,10,00,000 രൂപയുടെ വീട്. ഈ പ്ലാൻ പ്രസന്റേഷന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ വീട് കാര്യങ്ങളൊക്കെ.
ഓക്കെ. അപ്പോൾ 6 ബാത്റൂം ഉണ്ട്, 6 ടോയ്ലറ്റ് ക്ലീനർ മേടിക്കണം അല്ലെ. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനികൾ പരസ്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന സിനിമാ നടനാണ് ഹാർപ്പിക്ക് പരസ്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏത് കടയിൽ നിന്ന് ഒരു ഹാർപ്പിക്ക് വിറ്റുപോയാലും 3 രൂപ അതിന്റെ പരസ്യത്തിൽ അഭിനയിച്ചതിന് ഷാറുഖ് ഖാൻ ലഭിക്കും. അപ്പൊ 140 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 80 കോടി ജനങ്ങൾ ഓരോ ഹാർപ്പിക്ക് ഏത് കടയിൽ നിന്ന് മേടിച്ചാലും 80 കോടി ഇൻറ്റു 3 രൂപ 240 കോടി രൂപ ഷാറുഖ് ഖാന് ലഭിച്ചു. ഇപ്പൊ എന്റെ വീടിന് 6 ബാത്റൂം ഉണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഹാർപ്പിക് ഉണ്ട്, 6 ഇൻറ്റു 3 15 രൂപ എല്ലാ മാസവും ഷാറുഖ് ഖാൻ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തില്ല, യാതൊരുവിധ പരസ്യമില്ല. കമ്പനി നേരിട്ട് നമുക്ക് എത്തിച്ചേരും. ഈ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന കമ്മീഷൻ നമുക്ക് വീതിച്ചേരും. എന്നാൽ എല്ലാ പ്രൊഡക്ട്സും ഉപയോഗിച്ചിട്ട് നല്ലതല്ലെങ്കിൽ പൊട്ടിച്ച പാക്കറ്റാണ് നമ്മൾ തിരിച്ചെടുക്കും. പിന്നെ പാത്രം കഴുകുന്ന ഡിഷ് റൗണ്ട് അല്ലെങ്കിൽ ഡിഷ് ലിക്വിഡ്, നമുക്ക് 2 തരത്തിലുള്ള ഹാൻഡ് വാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കംഫർട്ടിന് പകരം ഉപയോഗിക്കുന്ന സെന്റോ നമുക്ക് വരുന്നുണ്ട്. വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ്, അതിന്റെ ബാർ സോപ്പ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസസ് ആൻഡ് മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗീറ്റ് മസാല, ഗരം മസാല, സാമ്പാർ പൗഡർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല മസാല കൂട്ടുകളും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് ഇത് 5 തരത്തിലുള്ള അച്ചാറുകൾ വരുന്നുണ്ട്. സേമിയ പായസം, പാലട പായസം, തേന് വരുന്നുണ്ട്. തേനിൽ തന്നെ എന്തുണ്ട്, ജിഞ്ചർ ഹണി, ഗാർലിക് ഹണി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മിശ്രിതങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ബാഗ് വരുന്നുണ്ട്. അങ്ങനെ ഇനി പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ലേഡീസ് ഉപയോഗിക്കുന്ന നാപ്കിൻ പാഡ് വന്നിട്ടുണ്ട്. ഓക്കെ. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതെന്ത് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ 500 പോയിന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇന്നലെ, ഇന്ന്, നാളെ 500 പോയിന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് 1000 ചില്ലാനും രൂപ വില വരുന്ന നാപ്കിൻ പാഡ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് കോമൺ സെൻസ് യൂസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയ മെമ്പേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു 2500, 3000 രൂപ എല്ലാ മാസവും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ, മറ്റൊരു ബ്രാൻഡ്, ടൈഡ്, ഏരിയൽ, സർഫെക്സൽ, ഉജാല, സൺലൈറ്റ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ, ഈസ്റ്റേൺ കിച്ചൺ ട്രഷർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്പൈസസ് ആൻഡ് മസാലകൾ. ഓക്കെ. അപ്പോൾ ഈ ഡെയിലി യൂസ്ഡ് പ്രൊഡക്ട്സുകൾ എല്ലാവരും വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കോൺടാക്ട്സിലുള്ള നമ്മുടെ അയൽവാസികളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് പകരം നമ്മളെ ബ്രാൻഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം 40,000 രൂപ, പ്രതിമാസം 12 ലക്ഷം രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇനി ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അഫോർഡബിൾ പ്രൈസും ആണ്. ഓക്കെ. അതുപോലെ തന്നെ റിപ്പീറ്റഡ് യൂസ് ആണ്. വാങ്ങിച്ചവൻ വീണ്ടും വീണ്ടും വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. ഒരു സിമ്പിൾ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. 2 പേര് നമ്മുടെ അടുത്ത് ഓരോ സോപ്പ് മേടിച്ചാൽ 4 രൂപ നമ്മുടെ അടുത്ത് കിട്ടും. ക്ലിയർ? ഇപ്പം ജനനം മുതൽ മരണം വരെ അവൻ കുളിക്കും അല്ലെ. അപ്പോൾ ഇവന്റെ ഓരോ കുളിയിൽ നിന്നും 4 രൂപ വെച്ചിട്ട് കിട്ടുകയാണ് നമുക്ക്. അവൻ വാങ്ങി ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ. ഇനി ഇവനോട് എന്ത് പറയാൻ പറ്റും? 100% മണി ബാക്ക്. നീ കുളിച്ച സോപ്പ് നല്ലതല്ലെങ്കിൽ പൊട്ടിച്ചതാണെങ്കിൽ നീ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സോപ്പ് എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. ഇനി കമ്പനി നേരിട്ട് എന്ത് ചെയ്തു തരും, പ്രൊഡക്റ്റ് എത്തിച്ചു തരുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ട്സിന് കസ്റ്റമർ ഇത്ര ഡിമാൻഡ് വരുന്നത് അല്ലെ? ഒന്ന്, ഡെയിലി എസെൻഷ്യൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് സേഫ് ഇൻഗ്രീഡിയന്റ്, കറ്റാർവാഴയാണ് നമ്മുടെ സോപ്പിന്റെ ഒക്കെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. പിന്നെ ലക്ഷറി, അഫോർഡബിൾ ലക്ഷറി ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വിസിബിൾ റിസൾട്ട്, നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റിസൾട്ട് വിസിബിൾ ആണ്, നേരിട്ട് കാണാനും അത് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫാമിലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ട്രസ്റ്റഡ് ആണ്, ഇത് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നേ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്പാൻഡിങ് റേഞ്ച് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 100% മണി ബാക്ക് ഗ്യാരണ്ടി ആണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ സയൻസിന്റെ ഫോർമുലകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് കമ്പനി നിങ്ങൾക്ക് വരുമാനം തരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ പ്രൊഡക്റ്റുകൾ എന്നും ഉപയോഗിക്കും, ആളുകൾ സ്ഥിരം വാങ്ങി ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ നിലക്കാത്ത വരുമാനം ലഭിക്കും. ഇതല്ലേ നമുക്ക് വേണ്ടത് അല്ലെ? ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരുമാനം വരണം. അതിനെന്ത് ചെയ്യണം? ആളുകൾ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. അതേസമയം ഒരു വെൽനസ് പ്രൊഡക്റ്റുകളോ മറ്റേതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന പ്രൊഡക്റ്റ് ആണ്, നല്ലതാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാനൊരു വെൽനസ് പ്രൊഡക്റ്റ് എന്റെ ഫാദറിന് കൊടുത്തു, അദ്ദേഹത്തിന്റെ കാൽമുട്ട് വേദന മാറി, അദ്ദേഹം പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ ഇല്ല. ഇനി മാറിയില്ല, ഉപയോഗിച്ചിട്ടും മാറിയില്ല, പിന്നെ അദ്ദേഹം ആ പ്രൊഡക്റ്റ് വാങ്ങിക്കോ ഇല്ല. അപ്പൊ ഒരു ഇല്ല എന്ന് പറയുന്ന ഓരോ ഓപ്ഷൻ അവിടെയുണ്ട്. അതേസമയം നമ്മുടേത് എന്താ, ഉപയോഗിച്ചവൻ വീണ്ടും 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 വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക്. അപ്പൊ വീണ്ടും 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 എന്ത് ചെയ്യും, അക്കൗണ്ടിൽ പണം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിലൂടെ കമ്പനിയുടെ ഒരു പ്ലാൻ പ്രകാരം 6 പവർഫുൾ വേയിലൂടെ, 6 വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ആർക്കും ഏൺ ചെയ്യാം കേട്ടോ, എനിബഡി ക്യാൻ ഏൺ.
ഓക്കെ, ആർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ഫ്ലോ ആണ്. നമ്മൾ ഒരുപാട് അഡ്വക്കേറ്റ്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അവർ ഇതിന്റെ പവർ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഒരു 100 കുടുംബം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10-50,000 രൂപ വരുമാനമായി. ക്ലിയർ. ഒരു 3 റോയാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ കാർ എടുക്കാം, വീട് എടുക്കാം, ഒരു മാസം 10-60,000 രൂപ ഇൻകമായി. ക്ലിയർ. അപ്പോൾ ഈ 6 വഴികൾ നിങ്ങൾ കണ്ടുപഠിച്ചാൽ, അല്ലെങ്കിൽ നടന്നു പഠിച്ചാൽ, എനിക്കതാ പറയാനുള്ളത്, നടന്നു പഠിക്കണം. ആദ്യം ഇതിനെന്ത് ചെയ്യേണ്ടി വരുമോ, ഉരുട്ടി നോക്കേണ്ടി വരും. ആദ്യം ഇതിങ്ങനെ ഉരുണ്ട് കളിക്കുക ചെയ്യുക, പിന്നെയാണ് ഇത് നമ്മളോടൊപ്പം നടന്നു തുടങ്ങുക. ഓക്കെ, അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അടിപൊളി ലീഡേഴ്സ് ഉണ്ട്, കരുത്തുറ്റ ലീഡേഴ്സ് ഉണ്ട്. എനി ടൈം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്തുണ്ട്, ആളുകളുണ്ട്, കൈ പിടിച്ച് നിങ്ങളെ മുന്നോട്ടേക്ക് എത്തിക്കാൻ. അപ്പൊ നമുക്ക് 6 വരുമാനം നോക്കാം. ഒന്ന് എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റാ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു നമ്മുടെ വാഷിംഗ് പൗഡറിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് 125 രൂപയാണ് വാഷിംഗ് പൗഡറിന്റെ MRP വരുന്നത്. നിലവിൽ സർഫ് എക്സലിനൊക്കെ 170 രൂപയുടെ മുകളിലുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് 109 രൂപയാണ് നമ്മുടെ DP കൊടുക്കേണ്ടത്. നമ്മൾ കമ്പനിക്ക് എത്ര കൊടുത്താൽ മതി, 109 രൂപ കൊടുത്താൽ 125 രൂപയുടെ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് 16 രൂപ ഒരു പാക്കറ്റിന് മുകളിൽ ലാഭം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ലാഭം കുറവാണല്ലോ. അല്ല, ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ ഇത് 6 പാക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പൊ 109 × 6 654 രൂപക്ക് 7 പാക്കറ്റ് കിട്ടുമ്പോൾ 93 രൂപയെ വില വരുള്ളൂ. 125 രൂപക്ക് നമുക്ക് കൊടുക്കാം. 31 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട് ഒരു പാക്കറ്റ് വാഷിംഗ് പൗഡറിന് മുകളിൽ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ 60 പ്രൊഡക്ട്സിന്റെ മുകളിൽ നമുക്കൊരു പെർസെന്റേജ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു കിറ്റ് വെച്ചിട്ട് പറഞ്ഞാൽ, ഇത് നമ്മുടെ മിന്നൽ പ്രോ കിറ്റ് ആണ്. 18 ഐറ്റംസ് ഈ കിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഇതിന് 50 പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോയിന്റ് ആണ് നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു പോയിന്റ് 1 രൂപയാണ്. അപ്പൊ നമുക്ക് ഇതിവിടെ, നിങ്ങൾ കടകളിൽ നിന്ന് 2500 രൂപയുടെ സാധനം മേടിച്ച പുതിയ മെമ്പേഴ്സ് ശ്രദ്ധിക്കുക, 2500 രൂപ തന്നെ പേ ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു പേരും ഫോൺ നമ്പർ വെച്ച് ID അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2092 രൂപയുടെ ഈ പ്രൊഡക്ട്സിന് നിങ്ങൾ 1826 രൂപ കൊടുത്താൽ മതി. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ മാസ ചെലവ് കുറഞ്ഞോ? ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് എന്റെ വീട്ടിൽ ഒരു പ്രൊഡക്ട്സിനും MRP കൊടുക്കുന്നില്ല. എല്ലാം DP പ്രൈസിനാണ്, കടക്കാരന് കിട്ടുന്ന പ്രൈസിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഹോൾസെയിൽ പ്രൈസിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മാസ ചിലവ് കുറഞ്ഞു. ക്ലിയർ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മറ്റൊരു ബ്രാൻഡിലേക്ക് പോവത്തില്ല. കാരണം അവരുടെ മാസ ചിലവ് ചുരുക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഒരു കസ്റ്റമറായി നിന്നാൽ നിങ്ങളുടെ മാസ ചിലവ് വരെ ചുരുങ്ങി കിട്ടും ഈ ബിസിനസ്സിലൂടെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 ഫാമിലിയെ മുന്നിൽ കണ്ടുകൊണ്ട്, 10 ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ 18,260 രൂപ മുടക്ക് വരും. 20,920 രൂപ കൊടുക്കണ്ട. ഓക്കെ, വേണ്ട. കമ്പനി പറയുന്നത് വെറും 5 കിറ്റ് നിങ്ങൾ എടുത്താൽ അത് 250 പോയിന്റ് പർച്ചേസിംഗ് നടത്തുകയാണെങ്കിൽ കമ്പനി നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തിച്ചു തരും. ഓക്കെ, വീട്ടിൽ പ്രൊഡക്റ്റ് എത്തിയതിനു ശേഷം ക്യാഷ് കൊടുത്താൽ ഇനി വളരെ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി പർച്ചേസ് ചെയ്യാം. അപ്പോൾ 1826 × 5 9130 രൂപ നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് 250 പോയിന്റിന്റെ പ്രൊഡക്ട്സ് കിട്ടുകയാണ്. അപ്പൊ ഇതിന്റെ വിൽപ്പന ലാഭം നിങ്ങൾക്ക് 1300. ഈ 5 കിറ്റ് എടുത്തു. ഓക്കെ, ഈ 5 കിറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ 2 തരത്തിൽ വരുമാനം കിട്ടും. ശ്രദ്ധിക്കുക, ഒന്ന് പണിയെടുക്കാതെ, 2 പണിയെടുത്തിട്ട്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു കടക്കാരൻ ഒരു 2 ലക്ഷം രൂപയുടെ സാധനം സ്റ്റോക്ക് ചെയ്തു, അവനിക്ക് പണിയെടുക്കാതെ കട പൂട്ടിയിട്ട വരുമാനം കിട്ടുമോ? ഇല്ല. എന്നാൽ ഇവിടുന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ 9130 രൂപ മുടക്കുമ്പോൾ സിംഗിൾ ലൈനിൽ പറഞ്ഞുതരാം, 875 രൂപ 3 ID-യിലൂടെ ഈ പ്രൊഡക്ട്സ് വിൽക്കാതെ വീട്ടിൽ ഇറക്കി വെച്ച് നിങ്ങൾക്ക് കമ്മീഷൻ തരും, സബ്സിഡി പോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ. ഇനി നിങ്ങൾ ആ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിറ്റിന്റെ മുകളിൽ 266 രൂപ ലാഭമുണ്ട്. കണ്ടോ? ഓക്കെ, 5 കിറ്റിന്റെ മുകളിൽ 1330. അപ്പൊ ഇതിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി പുതിയൊരു മെമ്പറാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെച്ചു. സുരേഷ് സാർ 5 കിറ്റ് എടുത്തു, 875 രൂപ അക്കൗണ്ടിൽ കിട്ടി. അപ്പൊ ഒരു കിറ്റിന്റെ മുകളിൽ പണിയെടുക്കാതെ 175 രൂപ വെച്ച് കിട്ടി. ഓക്കെ, അദ്ദേഹത്തിന് 5 ID-കളും അടിക്കാം ഈ 5 കിറ്റിന്റെ മുകളിൽ. ഓക്കെ, ഇനി വേണമെങ്കിൽ 10 ID-യും ക്രിയേറ്റ് ചെയ്യാം. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എത്ര ID ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. മാക്സിമം 10, മിനിമം 5 ID ആണ്. ഈ 5 കിറ്റ് ഒരു ദിവസം ഇറങ്ങി, വൈകുന്നേരം ഇറങ്ങിയിട്ട് 5 മണി മുതൽ 6 മണി വരെ ഓരോ സുഹൃത്തുക്കൾ കൊടുത്തു. 266 × 5 1330 രൂപ ലാഭവും അദ്ദേഹത്തിന് മുതൽ മുടക്കും തിരിച്ചു കിട്ടി. അക്കൗണ്ടിൽ 875 രൂപയും 2205 രൂപ ഒരു മണിക്കൂർ കൊണ്ട് വരുമാനായി. അപ്പൊ ഒരു മാസത്തിൽ 4 ദിവസം പണിയെടുത്ത 10,000 രൂപയോളം കൂടെ കമ്പനിയുടെ ഫസ്റ്റ് റാങ്കും സുരേഷ് സാർ കംപ്ലീറ്റ് ചെയ്തു. 10,000 രൂപ ഏൺ ചെയ്യാൻ ഒരു മാസത്തിൽ 4 ദിവസം പണിയെടുത്താൽ മതി. അപ്പൊ നിങ്ങൾ 30 ദിവസം ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്രത്തോളം വരുമാനം കിട്ടുമെന്ന്.
മാത്രമല്ല 41 പോയിന്റിന്റെ പ്രൊഡക്ട്സ് ഇതിലുണ്ടാവുള്ളൂ, 9 പോയിന്റിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഫ്രീ കിട്ടും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കൂപ്പൺ ഉണ്ടാവും. ഭാഗ്യമുള്ളവർക്ക് 0.1 ഗ്രാം മുതൽ 1 പവൻ വരെ ഗോൾഡ് കോയിനും 1 രൂപ മുതൽ 2000 രൂപ വരെ ക്യാഷ് പ്രൈസും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഫ്രീ പ്രൊഡക്ട്സ് ആൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ വരുമാനം. ഓക്കെ, മൂന്നാമത്തെ വരുമാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ഐഡിയ ആക്ടിവേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന പോയിന്റിന്റെ നേരെ പകുതി 50 പോയിന്റ് ഒരു ഐഡി കാണിച്ചാൽ 25 പോയിന്റ് കിട്ടും. അടുത്തത് ടീം ബോണസ് ആണ്. ടീം ബോണസ് ആണ് നമുക്ക് ഒരു ദിവസം 40,000 രൂപ, പ്രതിമാസം 12 ലക്ഷം രൂപ കിട്ടുന്നത്. അതായത് നിങ്ങൾ 2 വ്യക്തികളെ കൊണ്ട് 5 കിറ്റ് എടുപ്പിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ കൊണ്ട് ഈ 5 കിറ്റ് എന്തിനാ എടുപ്പിക്കുന്നത് അറിയോ? ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ 5 കിറ്റ് എടുക്കുന്നു, 5 പേർക്ക് കൊടുക്കുന്നു. ഇപ്പൊ നമുക്കറിയാം എല്ലാം ഒരു ടീമാണ്. ഇപ്പോൾ ലുലു യൂസുഫ് അലിക്ക് ഒരു സെയിൽസ് ടീമുണ്ട്. ഓക്കെ, ബോബി ചമ്മണ്ണൂരിന് ഒരു സെയിൽസ് ടീമുണ്ട്. ജ്വല്ലറിയിൽ നിങ്ങൾക്ക് കാണാം, ജ്വല്ലറി എല്ലാ സാധനങ്ങളും എടുത്തു തരുന്ന ഒരു സെയിൽസ് ടീമുണ്ട്. ഇൻഷുറൻസ് അല്ലെ, നമ്മളെടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അവർക്കൊരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഒരു എല്ലാത്തിലും കമ്മീഷൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലെ. ഇന്ന് ലോക ജനതയുടെ 60% ആളുകളും കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, സ്വന്തമായി എടുത്തിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടും. 2 മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചാലും വരുമാനം കിട്ടും. അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് ടീം ബോണസ്. ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു 5 കിറ്റ് എടുത്തു, 5 പേർക്ക് കൊടുത്തു. അതിൽ ഒരാൾക്ക് ഒരു വരുമാന മാർഗം വേണം. അവർ എന്ത് ചെയ്യാണ്, 5 കിറ്റ് എടുക്കുമ്പോൾ അവർക്ക് ഐഡിയ അടിച്ചിട്ടുണ്ട്, അത് നിങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അവർ 5 കിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 250 പോയിന്റ് കിട്ടും. അപ്പൊ ഇവിടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അംഗീകരിച്ചിട്ടുള്ള ബൈനറി പ്ലാൻ പ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന 2 ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ 2 പേരെ കൊണ്ട് നിങ്ങൾ 5 കിറ്റ് എടുപ്പിച്ചാൽ 250 പ്ലസ് 250 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. ഓക്കെ, ഈ 2 പേരെ അവരുടെ 2 പേരെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ അവർക്ക് 500 രൂപ കിട്ടുമ്പോൾ ഇതിന് തുടക്കം കുറിച്ച് നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അവർക്ക് 1000 രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപ കിട്ടും. അവർക്ക് 2000 രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 4000 രൂപ കിട്ടും. ഇങ്ങനെ ടീമിലൂടെ ഒരു ദിവസം 40,000 രൂപ, പ്രതിമാസം 12 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാം. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പേരും, ഞാൻ ഒരു ദിവസം 40,000 രൂപ മേടിച്ചിട്ടുണ്ട്. ആദം സിയ സാർ, നിഷാദ് സാർ, അസ്മാബി മാഡം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം 40,000 രൂപ മേടിച്ച ആളുകളുണ്ട്. ഒരു ദിവസം, പലരുടെയും ഒരു മാസത്തെ വരുമാനം. അപ്പോൾ ഈ ഒരു ദിവസം 40,000 രൂപ കിട്ടാൻ ഒരു സിമ്പിൾ വേ പറഞ്ഞോളാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ 5 കിറ്റ് എടുക്കുന്നു, 5 പേർക്ക് കൊടുക്കുന്നു. ആ 5 പേരെ കൊണ്ടും 5 കിറ്റ് എടുപ്പിച്ചാൽ 25 കുടുംബത്തിലേക്ക് ഈ കിറ്റ് എത്തും. 18 ഐറ്റംസ് വരുന്ന 1000 ചില്ലാനും രൂപയുടെ സാധനമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. ആ 5 പേരെ കൊണ്ട്, ആ 25 പേരെ കൊണ്ട് 5 കിറ്റ് എടുപ്പിച്ചാൽ 125 കിറ്റ് കിട്ടും. 125 പേരെ കൊണ്ട് 5 കിറ്റ് എടുപ്പിച്ചാൽ 625 കിറ്റായി. നമുക്ക് വെറും 400 കുടുംബം നിങ്ങളെ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും 1000 ചില്ലാനും രൂപയുടെ സാധനം ഉപയോഗിച്ചാൽ അവർ സ്വന്തം വീട്ടിലേക്ക് വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസം 40,000 വരുമാനം എവിടുന്ന് കിട്ടുമെടോ? വെറും 400 ആളുകളെ കൊണ്ട് 1000 ചില്ലാനും രൂപയുടെ സാധനം എടുപ്പിച്ചാൽ ഒരു ദിവസം 40,000 രൂപ വരുമാനം, പ്രതിമാസം 12 ലക്ഷം രൂപയും ഇതിന്റെ പുറമെ റാങ്ക് ബേസിൽ വരുമാനം വേറെ. ക്ലിയർ? നമ്മുടെ വാട്സപ്പ് കോണ്ടാക്റ്റിൽ എത്ര പേരുണ്ട്? ഇവർ അലക്കൂലേ, കുളിക്കൂലേ, വീട് വൃത്തിയാക്കൂലേ, ഭക്ഷണം പാകം ചെയ്യത്തില്ലേ? ഇനി നിങ്ങൾ ഈ ബിസിനസ് വേണ്ട എന്ന് വെച്ചാലും പൊന്നു സുഹൃത്തെ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ആളുകൾ അലക്കൽ നിർത്തത്തില്ല, കുളിക്കൽ നിർത്തത്തില്ല, വീട് വൃത്തിയാക്കൽ നിർത്തത്തില്ല. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? ഈ നിങ്ങൾക്ക് പരിചയമുള്ളവർ മറ്റുള്ളവരുടെ കൂടെ ജോയിൻ ചെയ്യും. ഒരാളുടെ കൂടെ ഒരു വട്ടം ഐഡി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഒരു സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 4 രൂപ പോയി. ഹലോ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഒരു വാഷിംഗ് പൗഡർ കടയിൽ പോയിട്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 6 രൂപ പോയി. ഹലോ, ക്ലിയർ? ഒരു ലിക്വിഡ് മേടിച്ചാൽ നിങ്ങൾക്ക് 18 രൂപ പോയി. ഹലോ, 18ഉം 6ഉം എത്രയായി അല്ലേ? പിന്നെ ഒരു 4ഉം 28 രൂപ പോയോ? ഇങ്ങനെ 100 പേരിൽ നിന്ന് 28 പോയാൽ എത്ര രൂപ പോയി? 28,000 രൂപ പോയോ? 2,500 രൂപ പോയോ? ക്ലിയർ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആരെവിടെ വർക്ക് ചെയ്താൽ നിങ്ങൾ 5 പേരിലേക്ക് കൊടുക്കും, അവൻ ആരിലേക്കാ പോകുന്നത് പറയാൻ പറ്റത്തില്ല. ക്ലിയർ? നമ്മളില് 4000 കിറ്റ് കൊടുത്ത ആളുകൾ വരെയുണ്ട്, ആശാ വർക്കേഴ്സ്, CDS മെമ്പേഴ്സ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ടീം വരുമാനം എന്ന് പറയുന്നത് ചില്ലറ വരുമാനമല്ല. അടുത്തതാണ് നമ്മുടെ ടൈറ്റിൽ അച്ചീവ്മെന്റ്സ് റിവാർഡ്. 18 റാങ്കുകൾ ഉണ്ട് കമ്പനിയിൽ. അതിൽ 12 റാങ്കും പെൻഷൻ തരുന്ന റാങ്കാ, പണിയെടുത്താലും ഇല്ലെങ്കിലും വരുമാനം തരുന്ന റാങ്ക്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ
ഇത് നിങ്ങളുടെ ടീം ബോണസ് ആണ് ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ 5 പേരെ കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും കിറ്റ് എടുപ്പിച്ചു, അല്ലെങ്കിൽ 10 പേരെ കൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് 10 കിറ്റ് എടുത്തു വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്തും. അപ്പൊ നിങ്ങളുടെ ഒരു ആവറേജ് വരുമാനം 1000 രൂപ മുതൽ 2500 രൂപ വരെ ആയിരിക്കും നിങ്ങളുടെ ആവറേജ് വരുമാനം. ഈ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ സമയപരിമിതി ഇല്ല കേട്ടോ. ഓക്കെ, 1-ാം ക്ലാസ് പാസ്സാവാൻ ഒരു സമയമുണ്ട്, 2-ാം ക്ലാസ്സിന് ഒരു സമയമുണ്ട്. ഓക്കെ, ഞാൻ ഈ ബിസിനസ്സിന് ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത്. വെറും 7 വയസ്സ് മാത്രമുള്ള കുട്ടി. എന്നിട്ട് ആ കുട്ടി എനിക്ക് 1 കോടി രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങാനും പ്രായപൂർത്തി, ഇപ്പൊ എനിക്ക് മാസം 2.5 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഓക്കെ, 15 ദിവസമോ 12 ദിവസമോ ഞാൻ പണിയെടുക്കുന്നുള്ളൂ. ക്ലിയർ. അപ്പോൾ എന്നെ തുടക്കത്തിൽ പൊട്ടൻ മണ്ടൻ എന്നൊക്കെ വിളിച്ചവന്മാരൊക്കെ ഇന്നെന്താണ്, അവർക്ക് ഭ്രാന്തായി. കാര്യം മനസ്സിലായോ? ക്ലിയർ. ഇനി അവർക്ക് നട്ടപ്രാന്ത് പിടിക്കും. ഞാൻ അടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട്, റോയാലിറ്റി ഇൻകം റിലീസ് ആവുന്ന സമയത്ത് ഒരു ബെൻസ് ഇറക്കുന്നുണ്ട്. ക്ലിയർ. ഓക്കെ, അപ്പോൾ 50 mg ഗോൾഡ് വൈൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബെൻസ് ഇറക്കാൻ ഇതിൽ ഒരു 10ാമത്തെ റാങ്കിലൊക്കെ എത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു 7ാമത്തെ റാങ്കിലൊക്കെ എത്തിയാൽ മതി. സിമ്പിൾ ആയിട്ട് ഇറക്കാം. വണ്ടിയുടെ അടവൊക്കെ കമ്പനി അടച്ചോളും. അപ്പൊ 250 പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് വന്ന കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് 50 mg ഗോൾഡ് വൈൻ. അടുത്ത ശനിയാഴ്ച കോട്ടയം ടീമിലും ബാക്കിയുള്ള ടീമിലൊക്കെ എന്തുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും താമരശ്ശേരി ടീമിൽ എന്തുണ്ട്, ഈ 2 ടീമിന്റെ മാത്രം മീറ്റിംഗ് എന്ന് നടക്കുന്നത്. സിൽവർ സ്റ്റാറിന്റെ മീറ്റിംഗ് ഉണ്ട്. രണ്ടാമത്തത് പിന്നെ ഒരു 750 പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് വരുമ്പോൾ ടോട്ടൽ 1000 പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് ചേഞ്ച് ആവും, ഗോൾഡൻ സ്റ്റാർ ആവും. അപ്പൊ നിങ്ങളുടെ വരുമാനം ഏകദേശം ടോട്ടൽ ഇൻകം 3500 മുതൽ 5000 രൂപ വരെ ആയിരിക്കും. 100 mg ഗോൾഡ് വൈൻ അവിടെ ഫ്രീ ആയിട്ട് കമ്പനി തരും. 1000 ചില്ലാനും രൂപ വരുന്ന ഗോൾഡ് വൈൻ. പിന്നെ നിങ്ങൾ ഒരു 3000 പോയിന്റ് കൂടി ഉണ്ടാക്കിയ ടോട്ടൽ 4000 പോയിന്റ് ലെഫ്റ്റ് റൈറ്റും വന്നാൽ ടീമിൽ വന്നാൽ മതി കേട്ടോ, സ്വന്തമായിട്ട് വരണ്ട, സമയപരിമിതിയും ഇല്ല. പ്ലാറ്റിനം സ്റ്റാർ എക്സിക്യൂട്ടീവ് ആവും. അപ്പൊ നിങ്ങളുടെ വരുമാനം 9,000 രൂപ മുതൽ 12,000 രൂപ വരെ ഉണ്ടാവും. ഇതിന്റെ കൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷൻ വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളിൽ 1 ലക്ഷം രൂപയുടെ ഒക്കെ സാധനം എടുത്ത് സെയിൽ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വിറ്റാലും വിറ്റില്ലെങ്കിൽ 15,000 രൂപ അക്കൗണ്ട് കിട്ടും. വിൽപ്പന ലാഭം വേറെ. ഇത് റാങ്കിലേക്ക് കൂട്ടുകയും ചെയ്യും. ഈ പോയിന്റ് 1 ലക്ഷത്തിന് രൂപക്ക് ചിലപ്പോൾ ഒരു 3000 പോയിന്റ് ഒക്കെ കിട്ടും. അപ്പൊ അവർക്ക് 2 ദിവസത്തെ ഒരു ട്രെയിനിങ് എന്ത് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി 4000 പോയിന്റ് ലെഫ്റ്റ് റേറ്റ് വന്ന 8000 പോയിന്റ് ലെഫ്റ്റ് റേറ്റ് വന്ന വൈറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആവും. 20,000 രൂപയുടെ അടുത്തായിരിക്കും അവരുടെ വരുമാനം, മാസ വരുമാനം. ഓക്കെ, അവർക്കൊരു കോട്ട് ആര് തരും, കമ്പനി തരും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതിന്റെ ഒരു മാസ്റ്റർ ആയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഒരു 3ഓളം ട്രെയിനിങ് ലഭിച്ചു. നമ്മുടെ കഴിഞ്ഞ 1500 പേര് പങ്കെടുത്ത എന്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. 1500 പേര് പങ്കെടുത്ത പ്രോഗ്രാമിൽ ഏകദേശം 100 ചില്ലാനും പേർക്ക് കമ്പനി കോട്ട് കൊടുത്തു. ക്ലിയർ. മിന്നൽ പ്രോഗ്രാം കോട്ടയം. ഓക്കെ, ഇനി 16,000 പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് വന്ന റോയൽ വൈറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആവും. 40,000 രൂപയോളം മാസ വരുമാനം ഉണ്ടാവും. അവർക്ക് 2 ദിവസത്തെ ട്രെയിനിങ് എന്തുണ്ടാവും, ഫ്രീ ആയിട്ട് കിട്ടും. 5 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഫുഡ്, ഒരു നേരത്തെ ഫുഡിന് 1500 രൂപ. ക്ലിയർ. അങ്ങനെ 2 ദിവസം ഫ്രീ ട്രെയിനിങ്, കിങ് സൈസ് ബെഡ്, കാര്യങ്ങളൊക്കെ ഞാൻ ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ 2 പ്രോഗ്രാം നടത്തി കഴിഞ്ഞു. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തു, കമ്പനി കൊടുത്തു കഴിഞ്ഞു. ഇനി 32,000 പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് വന്നാൽ നിങ്ങൾ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആവും. അപ്പൊ നിങ്ങളുടെ മാസ വരുമാനം ഒരു 75,000 രൂപയോളം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ആര് തരും, കമ്പനി ഫ്രീ ആയിട്ട് തരും. അടുത്ത റാങ്ക് ആണ്, ഇതൊക്കെ ഒറ്റത്തവണ കിട്ടുന്ന അടുത്ത റാങ്ക്. ഒരു വട്ടം ടച്ച് ചെയ്താൽ എല്ലാ മാസവും പെൻഷൻ പോലെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ റാങ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ റാങ്കിന്റെ പ്രത്യേകത 64,000 പോയിന്റ് ലെഫ്റ്റ് റൈറ്റും വന്നാൽ 64 പേരെ കൊണ്ട് 1000 പോയിന്റ് എടുപ്പിച്ചാൽ മതി ലെഫ്റ്റിലും റൈറ്റിലും. വെരി സിമ്പിൾ. ഓക്കെ, ഇല്ലെങ്കിൽ 64 പേരെ ഗോൾഡൻ സ്റ്റാർ ആക്കിയാൽ മതി. 32 പേരെ ഗോൾഡൻ സ്റ്റാർ ആക്കിയാൽ മതി. നിങ്ങൾ റോയൽ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആവും. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് റോയാലിറ്റി ലഭിക്കും. പെൻഷൻ അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് 1 ടൈം ടച്ച് ചെയ്താൽ മതി. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്പനിയുടെ ടോട്ടൽ കച്ചവടത്തിന്റെ, ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് എങ്ങനെയാ പെൻഷൻ തരുന്നത്, ഗവൺമെന്റിന്റെ മൊത്ത വരുമാനം, നികുതിയിലൂടെയും മറ്റും കിട്ടുന്ന, ടാക്സിലൂടെയും കിട്ടുന്ന വരുമാനം, അതിൽ നിന്ന് ഒരു പെർസെന്റേജ് എന്താണ്, സർക്കാർ ജോലിക്കാർക്ക് മാറ്റി വെക്കുകയാണ്. എന്നതുപോലെ ഈ കമ്പനിയുടെ മൊത്ത കച്ചവടം 4 കോടിയാണെങ്കിൽ 4 കോടിയുടെ 0.5 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയുണ്ടാവും. ഇന്ന് ഈ റാങ്കിലുള്ളത് 37 പേരാണ്. 2 ലക്ഷം അരിക്കണം 37 പേർക്ക് ഇത് വീതിച്ചു കൊടുക്കും. 5,405 രൂപ പെൻഷൻ എമൗണ്ട് ഉണ്ടാവും ടീമിലൂടെ കിട്ടുന്ന വരുമാനത്തിന് പുറമെ. ഓക്കെ, ഇന്ന് ഒരുപാട് കമ്പനിയിൽ നിന്ന് നമ്മളിലേക്ക് ആളുകൾ വരുന്നുണ്ട്. കാരണം എന്താ അറിയോ, അവര് ആ കമ്പനിയിൽ 7 വർഷം നിന്നു. അവർക്കിപ്പോ മാസ വരുമാനം ഒരു 5,000 രൂപ 8,000 രൂപ പോലും എന്ത് ചെയ്യുന്നില്ല, 7 വർഷം നിന്നിട്ടും കിട്ടുന്നില്ല. എന്നാൽ അവർ മൊത്തം ചെയ്ത കച്ചവടം എടുത്ത് നോക്കുകയാണെങ്കിൽ 1 കോടി രൂപയുടെ മുകളിലുണ്ട്.
എന്നാൽ നമുക്ക് ഇവിടെ വെറും 40 ലക്ഷത്തിന്റെ ബിസിനസ് ലെഫ്റ്റ് റൈറ്റിലും വന്നാൽ മതി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? എല്ലാ മാസവും കമ്പനിയുടെ വരുമാനം കിട്ടുക. ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. ആ ചിന്ത അവരെ ഇന്ന് ഇതിൽ ഫുൾ ടൈമറെ പോലെ വർക്ക് ചെയ്യിക്കുകയാണ്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്ന അവർ ഡാമർ ലൈഫ്സിലൂടെ. ആരിസ് തലയാട് അദ്ദേഹം അതിന് 2 റോയാലിറ്റി അദ്ദേഹം പിടിച്ചു. ഈ ഫെബ്രുവരി മാർച്ചിൽ അദ്ദേഹം കാർ ഇറക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സ്. ക്ലിയർ? അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് അദ്ദേഹം 6ഓളം പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയി. ഒരു കൊല്ലത്തിനുള്ളിൽ സംഭവിച്ച അത്ഭുതങ്ങളാണ് ഇതൊക്കെ. അത് മുമ്പൊരു കൺസെപ്റ്റ്, എനിക്ക് തോന്നുന്നു മുമ്പൊരു കൺസെപ്റ്റ് ചെയ്തവർക്കാണ് ഡാമർ ലൈഫ്സ് ഈസി. കാരണം പ്രയാസം അറിയുന്നവനിക്ക് ഇത് സ്വർഗമാണ്. അപ്പൊ മറ്റുള്ള കൺസെപ്റ്റുകാരുടെ സ്വർഗമാണ് ഡാമർ ലൈഫ്സ്. ഓക്കെ, ഇനി അടുത്ത റാങ്ക് 1,20,000. ഇങ്ങനെ ഈ എല്ലാ റാങ്കിലും കമ്പനി 2 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. 12ാമത്തെ റാങ്ക് മുതൽ 18ാമത്തെ റാങ്ക് വരെ. ക്ലിയർ? 7ാമത്തെ റാങ്ക് മുതൽ 18ാമത്തെ റാങ്ക് വരെ 12 റാങ്കിലും. അപ്പോൾ 4 കോടിയാണെങ്കിൽ ടോട്ടൽ 24 ലക്ഷം രൂപയുണ്ടാവും. അപ്പൊ 4 കോടിയിൽ നിന്ന് 24 ലക്ഷം രൂപയെ റോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി അടുത്ത റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1,25,000 പോയിന്റ് മാച്ച് ചെയ്താൽ ആ റാങ്കിൽ 2 ലക്ഷം രൂപയുണ്ട് വീതിക്കാൻ. ഇന്ന് നിലവിൽ ആ റാങ്കിൽ 20 പേരേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് 10,000 രൂപ കിട്ടും. ഈ വ്യക്തി 64 കഴിഞ്ഞിട്ടാണല്ലോ 1,20,000 ജമ്പായത്. ആദ്യത്തെ പെൻഷനും കിട്ടും, രണ്ടാമത്തതും കിട്ടും. ഹലോ, അപ്പൊ ആദ്യത്തെ 5,000, രണ്ടാമത്തെ 10,000, 15,405 രൂപ റോയൽറ്റി ഇൻകമായി, പെൻഷൻ എമൗണ്ട് ആയി. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാരിസ് തലയാട് എന്ന് പറയുന്ന വ്യക്തി ഉള്ളത്. ഒരുപാട് പേരുണ്ട് ഇതിൽ, ഞാൻ പേര് പറയുന്നില്ല. ഓക്കെ, 37 പേരിൽ 20 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 15,000 സംതിങ് രൂപ പെൻഷൻ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ, റോയൽറ്റി കിട്ടുകയാണെങ്കിൽ, ഇവർക്ക് മാസം ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ അടവ് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് പോയിക്കോളും. ഇവർക്ക് വരുമാനമായിട്ട് ഇവരുടെ ടീം ബോണസ് വേറെയും ഉണ്ടാവും. അടുത്തത് 2,50,000 പോയിന്റിന്റെ ബിസിനസ് ലെഫ്റ്റ് റൈറ്റും ചെയ്താൽ ടീമിലൂടെ വന്നാൽ മതി കേട്ടോ. ഒരു പണിയില്ല. നമ്മുടെ ലെഫ്റ്റ് റൈറ്റിൽ ഓരോരുത്തർ ഫസ്റ്റ് റോയാലിറ്റി എത്തി നമുക്ക് 1,25,000 വരും. 4 പേർക്ക് മേടിച്ചെടുത്താൽ നമുക്ക് 2 ലക്ഷം പോയിന്റ് വരും. ഓക്കെ, ആ റാങ്കിൽ ഇന്ന് 2 ലക്ഷം മരിക്കണം, വെറും 10 പേരേ ഉള്ളൂ. ഒരാൾക്ക് 20,000 രൂപ കിട്ടും. തൊട്ട് മുകളിലത്തെ 10,000, തൊട്ട് മുകളിലത്തെ 5,000, 35,000 രൂപ പെൻഷനായി. ഇനി 5 ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റും വന്നാൽ, പാർട്ട് ടൈം ആയിട്ട് 5 ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റും വന്ന ഒരു ഈരാട്ടുപേട്ട കൗൺസിലർ ആയിരുന്ന അൻസൽന മേഡം ഉണ്ട്. മാസത്തിൽ 4 ദിവസമൊക്കെ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അവർക്ക് 2 ലക്ഷം മരിക്കണം. ഇന്ന് ആ റാങ്കിലുള്ളത് 5 പേരാണ്. ഓക്കെ, 2 ലക്ഷം മരിക്കണം 5. ഒരാൾക്ക് 40,000 രൂപ. നേരത്തെ നമ്മൾ കൂട്ടി വെച്ച 35,000 രൂപ. ടോട്ടൽ 75,000 രൂപ റോയൽറ്റി ഇൻകം മാത്രമായി. ടീം ബോണസ് വേറെ. വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. മാസം 1.5-2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാവും, രണ്ടും കൂടിയിട്ട്. ഓക്കെ, അടുത്തത് 10 ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റേറ്റ് വന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരു പ്രൊഡക്ട്സ് ഉള്ളപ്പോൾ മാസം 75,000 രൂപയുള്ളപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ മാസം 2,000 ചില്ലാനം രൂപ വരുമാനം കിട്ടിയ ഒന്ന് ഞാനും 2 സെലീന മേഡം, തുടക്കക്കാരും. ഞങ്ങൾ ഇടിച്ചിടിച്ച് നിന്ന്, ഞാൻ പറയാറുണ്ടല്ലേ, ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ച് കയറാം. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഈ കമ്പനി വളരും. കാരണം ജനങ്ങൾ അലക്കുക, കുളിക്കുക, വീട് വൃത്തിയാക്കുക, ഭക്ഷണം പാകം ചെയ്ത് പരിപാടി നിർത്തത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാം എളുപ്പമാണ്. ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 ലക്ഷം മരിക്കണം 2. ഓക്കെ, റിസ്ക് എടുത്തവനെ ദൈവം കൈ വിടത്തില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഓക്കെ, റിസ്ക് ഈസ് ദ ഡൗൺ പേയ്മെന്റ് ഓഫ് സക്സസ്. 2 ലക്ഷം മരിക്കണം. ഒരാൾക്ക് 1 ലക്ഷം രൂപ. നേരത്തെ കൂട്ടി വെച്ച് 75,000 വേറെ. 1,75,000 രൂപയാണ് നമ്മുടെ പെൻഷൻ. അടുത്ത് 20 ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റും വന്നാൽ ആ റാങ്കിൽ നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സെലീന മേഡം അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജനുവരി 31 അവരത് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 2 ലക്ഷം മരിക്കണം 2. 4 കോടിയാണ് ടേൺ ഓവർ എങ്കിൽ 2,70,000 രൂപ. ഒരു മുഖ്യമന്ത്രിയുടെ പെൻഷൻ 1 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 2,70,000 രൂപ പെൻഷൻ എമൗണ്ട്, റോയൽറ്റി ഇൻകം മാത്രം. ടീമിലൂടെ ഇപ്പം 2.5 കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ 2 കോടിയുടെ അടുത്താണ് സെയിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷത്തിന്റെയും 8 ലക്ഷത്തിന്റെ ഒക്കെ മുകളിലായിരിക്കും അടുത്ത ജനുവരി മുതലുള്ള നമ്മുടെ വരുമാനം. ക്ലിയർ? ഇനി 1 ലക്ഷം കിട്ടിയാൽ എന്താണ്, ഹാപ്പി അല്ലേ? ക്ലിയർ? കാരണം എന്താ, കേവലം ഒരു 7 വർഷം പണിയെടുത്തപ്പോഴേക്ക് 1 ലക്ഷം രൂപ പാസീവ് ഇൻകം ആയി. പിന്നെ ലൈഫ് ലോങ് കിട്ടുകയാണ്. എന്റെ മരണശേഷം എന്റെ വൈഫിന്റെ മരണശേഷം എന്റെ മക്കൾക്ക്, അവന്റെ മരണശേഷം അവന്റെ മക്കൾക്ക്. അപ്പൊ തലമുറകൾ നമ്മളെ ഓർക്കുന്ന ഒരു ബിസിനസ്. ബാക്കിയുള്ള റാങ്കിലേക്ക് ഇന്ന് വരെ വേറെ ആരും എത്തിയിട്ടില്ല. അപ്പൊ ഇതിൽ ഇന്റർനാഷണൽ ട്രെയിനേഴ്സോ മറ്റോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മുമ്പ് MLM ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പൊ കയറി നിന്നോ, ബെസ്റ്റ് ടൈമാ.
പീക്ക് ടൈമാണ്. ഇപ്പൊ കമ്പനിക്കും ആവശ്യക്കാരനാണ്, ലീഡേഴ്സും ആവശ്യക്കാരനാണ്, നിങ്ങളും ആവശ്യക്കാരനാണ്. ഒരു 3 വർഷം കഴിഞ്ഞാൽ ഇതിലുള്ള MD-യെയും തൊടാൻ കിട്ടത്തില്ല, ലീഡേഴ്സിനും തൊടാൻ കിട്ടും. അവർ അത്രയും ഉയരത്തിലെത്തിയിട്ടുണ്ടാവും. ഒരു ചെടിയാവുമ്പോൾ ചവിട്ടി മിതയ്ക്കാൻ സുഖ, പക്ഷെ ഒരു ആൽമരമായി കഴിഞ്ഞാൽ ചവിട്ടുന്നവനിക്ക് തണലായി മാറും. ക്ലിയർ? അപ്പൊ നിങ്ങളുടെ സകല കടങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ വീട്ടാം ഡിയർ ഫ്രണ്ട്സ്. നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആർക്ക് മാറാം? നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പൊ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആര് തന്നിട്ടുള്ളത്? കമ്പനി തന്നിട്ടുള്ളത്. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, മനസ്സുണ്ടെങ്കിൽ എന്തുണ്ട്? മാർഗമുണ്ട്. ഓക്കെ, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് മനസ്സ് വെക്കുക. ക്ലിയർ? നിങ്ങൾ മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ നിങ്ങൾക്കുള്ളൂ. കാരണം നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സക്സസ് റൂട്ട് ഒന്നും കൂടി നിങ്ങൾ കാണിച്ചു തരാം. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, നേടിയെടുത്തു എന്നുള്ളത്. ക്ലിയർ? അപ്പൊ ഇത് കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സിന് എന്ത് ചെയ്യാം? വിളിക്കാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ അരണ്യ മാഡം? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. ഓക്കെ, ക്ലിയർ. സോ എന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. മലേഷ്യ നിന്ന് വന്ന ഉടനെ ആളുകൾ എന്നെ ശ്രദ്ധിച്ചില്ല. കാരണം മലേഷ്യ നിന്ന് വന്നതുകൊണ്ട്, സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളതുകൊണ്ട് ഇവൻ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തി പോകുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാവർക്കും. അപ്പൊ ആളുകൾ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൈക്ക് ഫണ്ട് അച്ചീവ് ചെയ്തു. റിസ്ക് എടുത്തിട്ട് ബൈക്ക് ഫണ്ട് അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ കമ്പനിയുടെ MD നമ്മളെ ഈ ബൈക്കിന്റെ കീ തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്വാഗതം ചെയ്തു. അപ്പോൾ ഇതാണ് കമ്പനിയുടെ MD ജസീം PV സാറ്. ഓക്കെ, ഇത് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ. അന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു സെൽഫിയാണ്. അന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള ന്യൂസാണ് 8/9/2018 ഈ മേഖലയിൽ 10 ലക്ഷം പേർക്ക് തൊഴിലവസരം ഉണ്ടാവും. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്ത് അതിനൊരു 2 ലക്ഷം പേരെ ലെഫ്റ്റിലും റൈറ്റിലും കിട്ടിയാൽ ഞാൻ കോടീശ്വരനായി. ഒരു പ്രൊഡക്ട്സ് ആണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, കാരണം ഈ പറയുന്ന 10 ലക്ഷം പേരും അലക്കുന്നവരാണ്, കുളിക്കുന്നവരാണ്, വീട് വൃത്തിയാക്കുന്നവരാണ്. ഇതാണ് അതിന്റെ കീ. അന്ന് എന്റെ റാങ്ക് വൈ ഡയമണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെ റാങ്ക് ആയിരുന്നു. അന്ന് തുടക്കത്തിൽ ഞാനൊരു ബുള്ളറ്റ് ഇറക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ കൂട്ടുകാർ ഉപദേശിച്ചു, എന്ത് പ്രൊഡക്റ്റുകൾ കൊടുക്കാനും മറ്റേതും ബൈക്കാണ് ആവശ്യം. പിന്നെയാണ് മനസ്സിലായത് ഇതിൽ ബൈക്കിന്റെ ഒന്നും ആവശ്യമില്ല, വീടുകളിൽ വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പേർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുക്കുക. പിന്നെ അടുത്തുള്ള നല്ലൊരു ഹാൾ എടുത്തിട്ട് അവരെ വിളിക്കുക, ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുക. ഓക്കെ, അടുത്ത ആഴ്ച മീറ്റിംഗ് ഉണ്ടെന്ന് പറയാം. അവരോട് വരുന്ന സമയത്ത് 2 പേരെയും കൊണ്ടുവരാൻ വേണ്ടി പറയാം. ഇങ്ങനെ ഹാൾ ടു ഹാൾ കയറി ഇന്ന് 1500 പേരുടെ ഫസ്റ്റത്തെ പ്രോഗ്രാമിൽ 8 പേര് 10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇന്ന് 1500 പേരുടെ പ്രോഗ്രാം വരെ നമുക്ക് നടത്താൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, എന്റെ തുടക്കത്തിൽ എന്റെ ഫാദർ വൻ നെഗറ്റീവ് ആയിരുന്നു. കാരണം ഒന്നുമല്ല, കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചു. അതുപോലെ തന്നെ മലേഷ്യൻ MBA കഴിഞ്ഞിട്ടും ഫാദറിന്റെ കണ്ണിൽ ഈ ബിസിനസിനെ പറ്റി ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല. കാരണം ഇദ്ദേഹം ഇതിന്റെ ഒരു മീറ്റിങ്ങിലോ മറ്റേലോ വന്നിട്ടില്ല. ഇദ്ദേഹം ഇത് മനസ്സിലാക്കുന്നത് വാഷിംഗ് പൗഡർ വിറ്റ് നടക്കുക, വീടുകൾ കയറി കുറച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ഇടും, എന്നിട്ട് ഇത് വിൽക്കുന്ന പരിപാടിയാന്നുള്ളതാ. അപ്പൊ സ്കൂളിന്റെ പടി ചവിട്ടാത്ത എന്റെ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്? കോടിക്കണക്കിന് രൂപ ആസ്തിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവന് ഇങ്ങനെ ഒന്നും ആയല്ലോ എന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ഇതൊരു ടീം ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ആരെവിടെ അലക്കിയാലും കുളിച്ചാലും വീട് വൃത്തിയാക്കിയാലും പ്രശ്നമില്ല. ഇവനിക്കൊരു ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും പണിയെടുക്കാതെ ഒരു വരുമാനം കിട്ടും എന്നുള്ളത് ചിന്തിച്ചില്ല ഇദ്ദേഹം. ഓക്കെ, നിങ്ങൾക്കൊരു സത്യം അറിയോ? എന്താണ് ആ സത്യം? ഇത് എന്റെ ID നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ സ്വന്തം ID തുറന്ന് കാണിക്കുന്ന ഒരു ലീഡർ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ID നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്റെ യൂസർ നെയിം നിങ്ങൾക്ക് കാണാം, Ali01 റിൻഷ്യ എന്നാണ് പാസ്വേഡ്. ക്ലിയർ? ഓക്കെ, കണ്ടില്ലേ? 21,77,690 പോയിന്റ്, 20 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്തതാണ് 6ാമത്തെ റോയൽറ്റി. 40,20,000 ചില്ലാനും പോയിന്റ് മറു സൈഡ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, എന്റെ ടീമിൽ എത്ര പേരുണ്ട്, എത്ര ID-കൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചു കണ്ടോളൂ. ക്ലിയർ? ഞാൻ പറഞ്ഞു, നോണ പറയേണ്ട ഒരു ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. ഓക്കെ, 32,000 ചില്ലാനും ID-കൾ ലെഫ്റ്റിലും അതുപോലെ തന്നെ 50,000 ചില്ലാനും ID-കൾ റൈറ്റിലും വന്നിട്ടുണ്ട് എന്റെ. ക്ലിയർ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മലേഷ്യൻ MBA കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? കൽപ്പറ്റ ഹൈപ്പർ മാർക്കറ്റ് ഇട്ടു, ഒരു 5 കോടി രൂപ മുടക്കിയിട്ട്.
ഓക്കെ, എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഇട്ടു, 5 കോടി രൂപ മുടക്കിയിട്ട് 80,000 കസ്റ്റമേഴ്സ് എന്റെ ഷോപ്പിൽ കയറുമോ, ഹൈപ്പർ മാർക്കറ്റിൽ കയറുമോ? ഇല്ല. ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചാലും ഒരു 1000 പേര് കയറിയിട്ട് കടയിൽ നിന്ന് സാധനം മേടിക്കും, ബാക്കിയുള്ള ഒരു മമ്മൂട്ടിയും കണ്ടങ്ങോട്ട് പോകും. ക്ലിയർ. അടുത്തൊരു 1 കൊല്ലത്തെ വരുമാനം ആർക്ക് കൊടുക്കേണ്ടി വരും? ലാഭം മമ്മൂട്ടിക്ക് കൊടുക്കേണ്ടി വരും, അല്ലേ? ക്ലിയർ. ഇവരുടെ ഞാൻ മാനേജ് ചെയ്യണം, 100ഓളം സ്റ്റാഫുകളെ ഞാൻ മാനേജ് ചെയ്യണം, അവരുടെ സാലറി, സാധനം തീരുമ്പോൾ വീണ്ടും വീണ്ടും സാധനം സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ 5 കോടി മുടക്കിയാൽ 2.5 കോടി അവിടെ തന്നെ വെക്കണം, എന്റെ മരണം കഴിഞ്ഞാലും. എന്നാലേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. മാറി വരുന്ന നിയമങ്ങൾ, മാറി വരുന്ന ടാക്സുകൾ. ഓക്കെ, എന്റെ ലൈഫ് മൊത്തം ആ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ. പേരോ മുതലാളി, എന്നാലോ തൊഴിലാളി. ഓക്കെ, പേര് കൊണ്ട് മുതലാളി, എന്നാൽ പ്രവർത്തി കൊണ്ട് തൊഴിലാളി, അല്ലേ? എന്നാൽ ഈ ബിസിനസ് നിങ്ങളും ചിന്തിച്ചു നോക്ക്. ആകെ മുടക്കിയത് 12,300, അത് തീർന്നപ്പോൾ വീണ്ടും 12,300, അത് തീർന്നപ്പോൾ വീണ്ടും 12,300, അത് തീർന്നപ്പോൾ 85,000 രൂപ. പിന്നെ കഴിഞ്ഞ 5 അപ്പുറത്തേക്ക് എനിക്ക് ടീമായി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് വരെ കൈകൊണ്ട് വിറ്റിട്ടില്ല. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ കുളിക്കുന്നു, അലക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, അതെന്റെ ടീമാണ്. കേരളത്തിൽ ആര് കുളിച്ചാലും, കർണാടകയിൽ ആര് കുളിച്ചാലും, ഇന്ത്യയിൽ ആര് കുളിച്ചാലും എന്റെ അക്കൗണ്ടിൽ പണം വരും. ഈ ബിസിനസ് വളരുന്നതോ. അപ്പൊ കോവിഡിന് മുമ്പ് എന്റെ വരുമാനം 5,80,000 രൂപയായിരുന്നു. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയാണ് എന്റെ ലൈഫ് മാറ്റിയത്. കോവിഡിന് മുമ്പ് എന്റെ മാസ വരുമാനം 18,000 ആയിരുന്നു. കോവിഡിൽ കമ്പനി സാനിറ്റൈസർ ഇറക്കി, മണി ബാഗ് ഗ്യാരണ്ടി ഉള്ള. കേരള സർക്കാർ നമ്മളെ സപ്പോർട്ടും ചെയ്തു. ഓക്കെ, വീട്ടിലിരുന്നിട്ട് 1,00,000 രൂപ മാസ വരുമാനം കിട്ടാൻ തുടങ്ങി എനിക്ക്. കോവിഡ് ആണ് എനിക്ക് 1,00,000 രൂപ കാണിച്ചു തന്നത്. അപ്പോൾ ഉണ്ടായ ടീമാണ് ഇന്നത്തെ കാണുന്ന ടീം. കോവിഡിൽ ഞാൻ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി 10 ലക്ഷം രൂപ വരുന്ന കാർ ഇറക്കി, 1,10 ലക്ഷം രൂപ വരുന്ന വീടിന് അടിത്തറയിട്ടു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വീട്. ക്ലിയർ. ഇതിന് കാരണം ഈ ടീമാണ്. 1 2 ആവും, 2 4 ആവും, 4 8 ആവും. അപ്പോൾ മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് 3 കോടി ജനങ്ങളേ ഉള്ളൂ. ആ രാജ്യത്തില് 3 കോടി ജനങ്ങളിൽ 38,450 കോടിയുടെ ടേൺ ഓവറാണ് ആ രാജ്യത്ത് ഈ ബിസിനസ്സിലൂടെ നടക്കുന്നത്. ആ രാജ്യത്തുള്ള ഒരു കമ്പനി നമ്മുടെ രാജ്യത്തുണ്ട്, DX എന്നാണ് ആ കമ്പനിയുടെ പേര്. വെൽനസ് പ്രൊഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ ജസീം സാർ MD പറഞ്ഞത് നമുക്ക് മലേഷ്യ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഞാൻ വരുമാനം മേടിച്ചു കൊടുത്ത 35ഓളം ആളുകൾ, ഞാൻ റോയാലിറ്റി വാങ്ങിച്ചു കൊടുത്ത ആളുകൾ, എന്റെ ലെഫ്റ്റ് റൈറ്റും. 100 ചില്ലാനം പേരെയും കൊണ്ട് ഞാൻ പഠിച്ച മലേഷ്യയിൽ എന്ത് ചെയ്യാൻ പറ്റി? ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകാൻ പറ്റി. ക്ലിയർ. അപ്പോൾ ഇനി നമ്മളെ ചില ആളുകൾ പറയും ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇത് നടക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ നിന്നും ഇത് പോസിബിൾ ആണെന്നും ആ പറഞ്ഞ ആളുകളെ കൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് അലീഷ എന്ന് പറയിപ്പിക്കാനും എന്ത് ചെയ്തു, ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും കൂടുതൽ കൺഗ്രാറ്റുലേഷൻസ് കിട്ടിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഈ 2 പോസ്റ്ററിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമ്പനി നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങൾ ഇവിടെ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശക്തമായിട്ട് ഈ അവസരത്തിനെ ഏറ്റെടുക്കുക. നിങ്ങളുടെ അലമാറയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 3 ചുരിദാറിന്റെ പൈസയുള്ളൂ ഇത്. ക്ലിയർ. അല്ലെങ്കിൽ നിങ്ങൾ 2-3 വർഷത്തിനുള്ളിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള എന്തിന്റെ, ചെരുപ്പിന്റെയും മറ്റ് ചപ്പിൾസിന്റെയും പൈസ. കാര്യം മനസ്സിലായോ? അപ്പൊ ടെൻഷൻ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ പണം എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ കയ്യിൽ വന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സകല ടെൻഷനും ഒരു പരിഹാരമാണ് പെൻഷൻ. പെൻഷൻ. ഓക്കെ, അത് റോയൽറ്റി ഇൻകം ആയിട്ട് സർക്കാർ തന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ കമ്പനിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ മലേഷ്യ പോയിട്ടുള്ള ഇന്നലെ കുറച്ച് പേരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. അത് പറയാത്ത ഒരു 1-2 ആൾക്കാരുടെ എക്സ്പീരിയൻസോടും കൂടി കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ സന്തോഷമുണ്ട്, ആദ്യമായിട്ടാണ് 100 പേരും കട്ടാവാതെ ലൈവിലിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മലേഷ്യ പോയിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, ഇന്നലെ സംസാരിക്കാത്ത വേറെ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. മലേഷ്യ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈവിൽ ഉണ്ടെങ്കിൽ പറയാം. മലേഷ്യത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു മലേഷ്യ. 70 ലക്ഷം രൂപയാണ് കമ്പനി മലേഷ്യ പോയിട്ടുള്ള 126 പേർക്ക് ചെലവഴിച്ചിട്ടുള്ളത്. 70 ലക്ഷം രൂപ. ഓക്കെ, കംപ്ലീറ്റ് ലക്ഷറി ട്രിപ്പ് ആയിരുന്നു. ആരെങ്കിലും ഉണ്ടോ, പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. മലേഷ്യ അച്ചീവ് ചെയ്ത ആളുകൾ.
ഇന്നലെ നമുക്ക് അവർക്ക് മാത്രം ഒരു സൂം മീറ്റിംഗ് നടത്തിയിരുന്നു. പെട്ടെന്ന് സമയം പോകുന്നു. ഹലോ സാറേ, പറഞ്ഞോളൂ മാഡം. ഗീതാജിലാണ്. ഓക്കെ. സാറേ, ഞങ്ങള് ഇവിടുന്ന് മലേഷ്യ യാത്രയ്ക്ക് ഇവിടുന്ന് കിടങ്ങൂരിൽ നിന്നാണ് ഞങ്ങൾ ബസ്സിൽ കയറുന്നത്. അവിടെ മുതൽ തന്നെ ബസ്സിൽ അടിച്ചു പൊളിച്ച് തന്നെ ഞങ്ങൾ പോയി കൊച്ചിയിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വിമാനത്തിൽ കയറി. വിമാനത്തിലും അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞ കാഴ്ചകളൊക്കെ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച MD സാറ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ കൂടെ നിന്നു. ആ സ്വപ്നത്തോടൊപ്പം നിന്നെന്നുള്ള അപ്പൊ മലേഷ്യ എന്നൊരു സ്വപ്നം അത് സാക്ഷാത്കരിച്ചെടുത്തു. അതിപ്പോ നമ്മുടെ കോർ പർപ്പസ് കമ്പനി വെച്ചിരിക്കുന്നത് തന്നെ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് അവരെ തന്നെ പ്രാപ്തരാക്കുന്ന അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ എത്തിച്ച MD സാറിന് വലിയൊരു താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ കമ്പനി നമുക്ക് തന്ന സപ്പോർട്ടും നമുക്ക് നമ്മളോടുള്ള കെയറിങ്ങും അവിടെ ഓരോരോ കാഴ്ചകളും എല്ലാം നമുക്ക് അത്ഭുതങ്ങൾ തരുന്നതായിരുന്നു. അവിടെ നമ്മുടെ ടീമിനോടൊപ്പമുള്ള യാത്രയും അവിടെ കണ്ട കാഴ്ചകളും നമ്മുടെ ഫുഡൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല സാറേ. അതൊക്കെ നമുക്ക് ഒരു മാജിക്കൽ ട്രിപ്പായിരുന്നെന്ന് പറയാം. ശരിക്കും കണ്ടിട്ടില്ലാത്ത വസ്തുക്കളെല്ലാം നമുക്ക് കാണാൻ പറ്റി. ഭക്ഷണ പദാർത്ഥങ്ങളാണേലും അല്ലാത്തതാണേലും ഒക്കെ എന്താന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കമ്പനി നമുക്ക് തന്നത്. നമ്മുടെ ടീമിനോടൊപ്പം പോകാൻ സാധിച്ചതിലും ഒക്കെ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഷികം അവിടെ വെച്ചപ്പം നമ്മളെല്ലാവരും സന്തോഷിച്ച് ആ കൂടെ MDയും നമ്മളോട് ആ സന്തോഷം തിരിച്ചു പങ്കുവെക്കാൻ വന്നപ്പോ സാറിന്റെ ആ കണ്ടമേടറിയതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം. അവിടെ MD സാറിന് നമ്മളോട് പറയാൻ വാക്കുകൾ കിട്ടാതെ വന്ന ഒരു സന്തോഷം, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെച്ച് പിരിഞ്ഞ ഒരു നിമിഷമായിരുന്നു മലേഷ്യൻ ട്രിപ്പ്. അതിന് ഒത്തിരി താങ്ക്സ്. ഇത്രയുള്ളൂ സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ തന്നിട്ടുണ്ട് ഇന്നലെ, ഇന്ന്, നാളെ. ഓക്കെ, 500 പോയിന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് 1000 ചില്ലാനും രൂപ വരുന്ന പ്രൊഡക്ട്സ് എന്താണ് ഫ്രീ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അതും കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫ്രീവ പ്രൊഡക്റ്റ്. ക്ലിയർ, നാപ്കിൻ പാഡ് ആണ്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ആര് തരുന്നത്? കമ്പനി തരുന്നത്. അപ്പോൾ 1170 രൂപയുടെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നത്. ക്ലിയർ, അപ്പൊ നല്ലൊരു ഓഫറാണ്. അതായത് നിങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു അഡ്വാൻസ് ഒരു 14,000 രൂപ എടുക്കുകയാണെങ്കിൽ കൂടി 1000 ചില്ലാനും രൂപയുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ഫ്രീ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ലീഡേഴ്സ് ശ്രദ്ധിക്കുക, ഒരു പോയിന്റിന് 1 രൂപ വെച്ച് തരുമ്പോൾ നിങ്ങൾ 500 പോയിന്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 500 പോയിന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 1000 ചില്ലാനും രൂപയുടെ പ്രൊഡക്ട്സ് ആണ് ഫ്രീ കിട്ടുന്നത്, അതും പുതിയ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ഓഫറിന് എന്ത് ചെയ്യുക, ഏറ്റെടുത്ത് ചെയ്യുക. പിന്നെ എല്ലാ ഏരിയയിലും ചെറിയ ചെറിയ മിനി ടൂറുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വാഗമൺ ട്രക്കിങ്, അതുപോലെ തന്നെ അകലാപ്പുഴ ഹൗസ് ബോട്ടിങ്ങും കുമരകം ഹൗസ് ബോട്ടിങ്ങും. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യുക, അതാത് ലീഡേഴ്സ് അതാത് ഏരിയയിലുള്ളവർ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാം. അപ്പോൾ ന്യൂ ഇയർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു അവസരം ദൈവം കാണിച്ചു തന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു അവസരത്തിന് എന്ത് ചെയ്യണം, അവസരത്തിനെ വിനിയോഗിക്കുക. ഒരു ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നേതാവ് എന്ന് പറയുന്ന മുഹമ്മദ് നബി, അദ്ദേഹം ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ഇന്ന് ലോകാവസാനമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ, ഒരു ചെടി തൈ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നട്ടിട്ട് വേണം എഴുന്നേൽക്കാൻ. മനസ്സിലായോ? ക്ലിയർ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി തൈ ഉണ്ടെങ്കിൽ, ഇന്ന് ലോകാവസാനമാണെങ്കിൽ നിങ്ങൾ അത് നട്ടിട്ട് വേണം അവിടുന്ന് എന്ത് ചെയ്യാൻ, എഴുന്നേൽക്കാൻ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാറുണ്ട് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം കിട്ടിയിട്ടുള്ള അവസരത്തിന്റെ പേരാണ് ഡാമർ ലൈവ്സ്. നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ട് അവർ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവന് ദൈവത്തിന്റെ അവസരം എന്ത് കിട്ടിയിട്ടില്ല, അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ തൈ നടുക. ഈ തൈ നട്ടവരൊക്കെ, അതിനെ പരിപാലിച്ചവരൊക്കെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ടത്തെ കാരണന്മാര് പറയുന്നത് ഇവിടെ പണം പറിക്കുന്ന മരമൊന്നുമില്ല. ഓക്കെ, ഉണ്ട്. ആ മരത്തിന്റെ പേരാണ് എന്ത്? ഡാമർ ലൈവ്സ്. ഡിയർ ഫ്രണ്ട്സ്, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇതുപോലൊരു അവസരം എന്റെ മുന്നിൽ, ഇത് തുടക്കത്തിൽ നിസാരമായി കണ്ടിട്ട് കണ്ണുനീര് വന്നിട്ടുള്ള ആളുകളുണ്ട് എന്റെ മുന്നിൽ നിന്നിട്ട്. അനുഭവം കൊണ്ട് പറയാം, നഷ്ടപ്പെട്ടു പോയല്ലോ, നഷ്ടബോധം കൊണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും, ഇനി നാളെയല്ല മറ്റന്നാൾ നമ്മുടെ സൂം മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഓരോരുത്തരെ ഈ സൂം മീറ്റിംഗിൽ കയറ്റുക. ഇന്ന് കയറിയവരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. എല്ലാവരും നല്ലൊരു വരുമാനം വാങ്ങിക്കുന്നവരായിട്ട് മാറട്ടെ എന്നും, കുടുംബത്തിൽ
ഏറ്റവും പണക്കാരനായിട്ടുള്ള കുടുംബം, ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലേ നിങ്ങൾക്ക് ചുറ്റും, അത് നിങ്ങളുടെ കുടുംബമായിട്ട് മാറട്ടെ എന്നും കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ആ കണ്ണി മുറിച്ചു മാറ്റിയിട്ടുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.